ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 24 മണിക്കൂർ കൊണ്ട് മുഴുവൻ പട്ടികയും പുറത്തു വരുന്നും സ്ഥാനാർത്ഥി ലിസ്റ്റും പുറത്തു വരുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. ഇന്ന് ആ പ്രതിപക്ഷ നേതാവിന് പുറത്തു വന്ന 55 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മറുപടിയില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ നിശബ്ദനായി മടങ്ങേണ്ടി വന്ന ഒരു കാഴ്ച പ്രേക്ഷകരെ ഞങ്ങൾ ആദ്യം കാണിച്ചു. രണ്ടാമത്തത്, അദ്ദേഹവും KC വേണുഗോപാലും സണ്ണി ജോസഫും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇത്രയും അസ്വസ്ഥനായി ഇത്രയും നിരാശനായി നിൽക്കുന്ന ഒരു VD സതീശനെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മുന്നോട്ട് വെച്ച പല പേരുകളും അവിടെ വെട്ടിനിരത്തപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ആ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാവുന്നത്. പണ്ട് നമ്മൾ പറയും ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ പറ്റാത്തവരെ എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു കൊയിലാണ്ടിയിൽ നടന്ന ആ സ്നേഹത്തള്ളിന് ശേഷം കോൺഗ്രസ്സുകാരോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്റ്റേജ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളാണോ നാളെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പോകുന്നത്? ഇതാ നോക്കൂ, കോൺഗ്രസിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി പട്ടിക, ആ സ്ഥാനാർത്ഥി പട്ടിക 48 മണിക്കൂറായിട്ടും 55 പേരുടെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റിൽ പേരിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ പേര് പുറത്തു വന്നതിൽ തന്നെ ചില അസ്വസ്ഥതകൾ ഇതിനകം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടില്ല. 1/2 മണിക്കൂർ ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്നാണ് പറഞ്ഞത്. ദാ ഇപ്പോഴും ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന ചില മേഖലകളുണ്ട്. നാളെ ഇത് പരിഹരിക്കുമായിരിക്കും. പക്ഷേ ഈ 24 മണിക്കൂർ എന്നൊക്കെ തള്ളുമ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം വേണമായിരുന്നു എന്നുള്ളതാണ്. സംഘനൃത്തത്തെക്കുറിച്ച് നേരത്തെ സ്മൃതി പറഞ്ഞു, നന്നായി. യഥാർത്ഥത്തിൽ സംഘനൃത്തം ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. അത് ഗ്രൂപ്പ് ഡാൻസ് എന്നാണ് നമ്മുടെ നേതാക്കൾ കരുതിയത്. സംഘനൃത്തത്തെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഗ്രൂപ്പ് ഡാൻസ് ആണല്ലോ. ആ ഗ്രൂപ്പ് ഡാൻസ് അല്ല ഇന്ന് അവിടെ നടന്നത്. ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയാണ് പോയതെങ്കിലും നടന്നത് താണ്ഡവ നൃത്തമായിരുന്നു. ആരുടെ താണ്ഡവ നൃത്തം? KC വേണുഗോപാലിൻ്റെ താണ്ഡവ നൃത്തം. KC വേണുഗോപാൽ പൂർണ്ണമായിട്ടും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിച്ചു അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതിന് തെളിവുകളാണ് പുറത്തു വരുന്നത്. നാളെ വരാൻ പോകുന്ന പട്ടിക ഞാൻ പറയാം. എറണാകുളത്ത് എന്താ ഇത്ര വലിയ തർക്കം? ഒരു DCC പ്രസിഡന്റിനെ മത്സരിപ്പിക്കാൻ എന്താ ഇത്ര വലിയ തർക്കം? മുഹമ്മദ് ഷിയാസിന് സീറ്റ് കിട്ടാത്തതിൻ്റെ കാര്യം എന്താ? ഇപ്പോഴും ഈ നിമിഷവും വന്നിട്ടില്ല. എറണാകുളത്തെ ക്രൂഷ്യലായ 2 മണ്ഡലങ്ങൾ, വൈപ്പിനിൽ സ്ഥാനാർത്ഥിയായോ, കൊച്ചിയിൽ സ്ഥാനാർത്ഥിയായോ, തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായോ? എന്താ തടസ്സം? എൽദോസിൻ്റെ കാര്യത്തിൽ എന്താ തടസ്സം? എൽദോസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ എന്താ? കേസ് ചിലപ്പോൾ വരാൻ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അത് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് പെരുമ്പാവൂരിൽ എൽദോസിന് സീറ്റ് നിഷേധിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ കോവളത്ത് വിൻസെൻ്റിൻ്റെ കാര്യത്തിൽ അത് ബാധകമല്ലേ? ലൈംഗികാരോപണത്തിൽ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി ഇന്ന് ഈ പട്ടികയിലുണ്ട്. ഈ പട്ടികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, വളരെ ഗുരുതരമായ പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത്, ലൈംഗികാരോപണ വിധേയനായ ഒരാൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. 2021 കൂടിയതുപോലെ കോവളത്ത്. അതേപോലെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരുണ്ടല്ലോ, IC ബാലകൃഷ്ണൻ. ഒരു സ്വന്തം പാർട്ടിയുടെ DCC ട്രഷററെയും മകനെയും ആത്മഹത്യക്ക് വിട്ടുകൊടുത്തു എന്ന് പൊതുവെ ആ കുടുംബം വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കുകയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന സ്വന്തം പാർട്ടിയിലെ 2 പേരെ കൊലയ്ക്ക് കൊടുത്തു എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന IC ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി സുൽത്താൻ ബത്തേരിയിൽ. അപ്പോൾ 2 പേരെ സ്ഥാനാർത്ഥിയാക്കി. ഇവരെ 2 പേരെ സ്ഥാനാർത്ഥിയാക്കാം. എറണാകുളത്ത് ഷിയാസിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ലിജുവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലിജുവിന് സീറ്റ് എവിടെയാണെന്നുള്ള കാര്യത്തിൽ ലിജുവിനൊരു നിശ്ചയമില്ല. ലിജു ആകെ വിശ്വസിച്ചിരുന്ന അമ്പലപ്പുഴ കിട്ടുമെന്ന വിസ്മയങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ ലിജുവിന് ഇപ്പോൾ സീറ്റ് ചെയ്ത് വേണം, തൃപ്പൂണിത്തുറ കൊടുക്കണോ കായംകുളം കൊടുക്കണോ എന്നുള്ള ഇതിലാണ്. ലിജു തൃപ്പൂണിത്തുറയും ആവശ്യപ്പെട്ടിട്ടില്ല, കായംകുളം ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ഗ്രൂപ്പ് ഡാൻസിൻ്റെയും സംഘനൃത്തത്തിൻ്റെയും താണ്ഡവ നൃത്തത്തിൻ്റെയും ഒക്കെ ഇരകളായിത്തീരുന്നത് ആരൊക്കെയാണെന്നറിയാമോ? 3 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് ലിജു, ആലപ്പുഴയിൽ കിട്ടേണ്ടിയിരുന്നത് അമ്പലപ്പുഴയിലാണ്. അവിടെ G സുധാകരൻ വന്നപ്പോൾ അദ്ദേഹം തന്നെ മാറിക്കൊടുത്തു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തൃപ്പൂണിത്തുറ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ദാ വരുന്നു ബാബുവിൻ്റെ സ്ഥാനാർത്ഥി ദീപക് ജോയ്. ദീപക് ജോയി ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇനി ദീപക് ജോയ് മാറി ലിജു വന്നാലും കുഴപ്പമില്ലെന്നുള്ളതായിരുന്നു ധാരണ. കാരണം സ്വരാജാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്, അതല്ലെങ്കിൽ അനിൽകുമാർ വരും, അതല്ലെങ്കിൽ അരുൺകുമാർ വരും എന്നാണ് അവർ കരുതിയത്. പക്ഷേ ഈ 3 ഭിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥികളും വന്നില്ല. പകരം അവിടെ വൈപ്പിനിൽ നിന്ന് ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നു. അത് CPM-ൻ്റെ എറണാകുളത്തെ ഒരു രാഷ്ട്രീയമാണ്. എന്തുകൊണ്ടാണ് സ്വരാജിനെ ഒഴിവാക്കിയതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അല്ലെങ്കിൽ അനിൽകുമാറിനെ ഒഴിവാക്കിയതറിയാം. അവിടെ ഭിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നപ്പോൾ ദാ വരുന്നു K ബാബു, ലിജുവിൻ്റെ പേര് വെട്ടി അവിടെ ദീപക് ജോയിയുടെ കാര്യത്തിൽ നിർബന്ധം പിടിച്ചു. ഇങ്ങനെ വെട്ടിയും തിരുത്തിയുമാണ് ഈ 55 പേര് വന്നിരിക്കുന്നത്. 55 പേരെ വന്നിട്ടുള്ളൂ. ഇനി 37 പേരുടെ പട്ടിക വരാനിരിക്കുന്നു. അപ്പോഴാണ് ഈ പുക കാണാൻ പോകുന്നത്, വെട്ടിക്കൂട്ടിയതിൻ്റെ പുക കാണാൻ പോകുന്നത്. നാളെ ഇത് പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 തരത്തിൽ ഈ പട്ടിക വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വഞ്ചകി നിനക്കെന്തു കൊഞ്ചലാണ് ഇപ്പോഴും എന്നൊരു കവിതയുണ്ട്, പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ കവിത എഴുതിയ കവിയുടെ പേര് കവി എൽദോസ് ആണ്. ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഈ പട്ടിക പുറത്തു വരുന്ന സമയത്ത് പറയുന്നത്. ഈ പട്ടിക എത്രമാത്രം വഞ്ചിച്ചു എന്നുള്ളതാണ്. ഒന്ന് സണ്ണി കപ്പിക്കാട്,
കപ്പിക്കാട്. ആരാ സണ്ണി കപ്പിക്കാടിന്റെ പേര് നിർദ്ദേശിച്ചത്? പ്രതിപക്ഷ നേതാവാണ്. എന്താ സണ്ണി കപ്പിക്കാടിന്റെ പേര് നിർദ്ദേശിക്കാനുള്ള കാരണം? അതിനകത്തൊരു കനകോലു സ്ട്രാറ്റജി ഉണ്ട്. എന്താ സ്ട്രാറ്റജി? വളരെ സിമ്പിളാണ്. നിങ്ങളെ ഈ പൊതുസമൂഹത്തിൽ അസ്വസ്ഥരായി നിൽക്കുന്ന, പാർട്ടിയോട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വിഭാഗം ബുദ്ധിജീവി വർഗത്തെ അല്ലെങ്കിൽ ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെട്ടവരെ, ദളിത് ആക്ടിവിസ്റ്റുകളെ, സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ നിങ്ങൾ പാർട്ടിയുടെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് വഴി പാർട്ടിക്ക് ഇടതു കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലൊക്കെ ഒരു വലിയ സ്വാധീനം കിട്ടും. ഒടുവിൽ സണ്ണി കപ്പിക്കാടിനെ ഈ സ്ഥാനാർത്ഥിയാക്കുന്ന എന്താ പിന്നോട്ട് പോയത്? ആരാ പേര് വെട്ടിയത്? വളരെ കൃത്യമല്ലേ സതീശൻ വയ്ക്കുന്ന പേര്? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. സി കെ ജാനുവിനെ പാർട്ടിയിലേക്ക് എടുത്തു. സി കെ ജാനുവിന്റെ പേരുണ്ടോ അവിടെ? സി കെ ജാനുവിനെ വെട്ടി, സണ്ണി കപ്പിക്കാടിനെ വെട്ടി. ഇപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആക്ടിവിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ് ആയിരുന്നു അത്. അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? പക്ഷെ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് പ്രതികരിച്ചോട്ടെ. അവർക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അതെ, ഈ വാക്ക് പാലിക്കാൻ അദ്ദേഹം അങ്ങനെയല്ലേ പ്രതികരിക്കുക? ഇപ്പോൾ ഒരു സീസൺഡ് രാഷ്ട്രീയക്കാരൻ പ്രതികരിക്കുന്ന പോലെ സണ്ണി കപ്പിക്കാട് പ്രതികരിക്കൂ? ആ സണ്ണി കപ്പിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കാൻ നടത്തിയ നീക്കത്തെ ഒരു വിഭാഗത്തിലുള്ള ആളുകൾ പിന്തുണച്ചതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇത് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു കാണിക്കാം. ഇപ്പോൾ വരുന്ന ബ്രേക്കിംഗ് വാർത്തകൾ എന്താണെന്ന് അറിയാമോ? വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തകളാണ്. പയ്യന്നൂരിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി. വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാനുള്ള UDF നീക്കത്തിൽ പ്രതിഷേധം. സീറ്റ് RSPക്ക് കൊടുത്തതിൽ പ്രാദേശിക നേതൃത്വത്തിൽ അതൃപ്തി. എവിടെ? വി കുഞ്ഞികൃഷ്ണൻ എന്ന വിസ്മയത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ സ്വന്തം വീടിന് തീ പിടിച്ച് കഴുക്കോലുമായിട്ട് നേതാക്കൾ പോകുന്ന കാഴ്ചയപ്പോൾ കാണുന്നത്. വിസ്മയം തേടിപ്പോയപ്പോൾ സ്വന്തം വീടിന് തീ പിടിച്ച കാര്യം അങ്ങ് മറന്നുപോയി. യഥാർത്ഥത്തിൽ പയ്യന്നൂരിൽ മാത്രമല്ല, പയ്യന്നൂരിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിമത സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങി കോൺഗ്രസ് നേതാവ് കച്ചേരി രാമൻ. അവിടെ കച്ചേരി രാമൻ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ഇടഞ്ഞു നിൽക്കുക. വി കുഞ്ഞികൃഷ്ണനെ UDF പിന്തുണച്ചാൽ നിസ്സഹകരണത്തിന് പയ്യന്നൂരിലെ യൂത്ത് കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂരിൽ തീരുന്നില്ല. നേരത്തെ പിയാസുലിലും നിങ്ങൾ പറഞ്ഞു, പേരാവൂരിൽ കെ സുധാകരന്റെ ഇമ്പാക്ട് എന്താണെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ KPCC അധ്യക്ഷൻ. ഇതിനകം തന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ CPM വിമതർക്ക് UDF പിന്തുണ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുമായി യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വരുന്നു. വിസ്മയങ്ങൾക്ക് പിന്നാലെ പോയി തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ പിന്തുണയ്ക്കേണ്ട എന്താവശ്യമാണ് ഉണ്ടായിരുന്നത്? അവിടെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ അവിടെ കൃത്യമായിട്ട് 40,000-ൽ 22,000 ഭൂരിപക്ഷം കുറച്ചതാണ് ഗോവിന്ദ മാഷിന്റെ. ആ മണ്ഡലത്തിൽ ഈ അബ്ദുൾ റഷീദിനെ പിന്തുണയ്ക്കുന്നതിന് പകരം TK ഗോവിന്ദന് പിന്നാലെ പോയി. TK ഗോവിന്ദൻ എന്താ ആരോപണം? 3 തവണ MLA ആയ ഗോവിന്ദ മാഷിന്റെ ഭാര്യയെ അവിടെ MLA ആക്കി നിർത്താൻ പോയി. ഈ പട്ടികയിലുണ്ട് അങ്ങനെ ഒരു പേര്. ഏതാ? ഇപ്പോൾ നിലവിലുള്ള MP VK ശ്രീകണ്ഠന്റെ ഭാര്യ KA തുളസി കോങ്ങാട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. അപ്പോൾ എന്താ PK ശ്യാമളയ്ക്ക് ഒരു നീതിയും ഈ KA തുളസിക്ക് മറ്റൊരു നീതിയുമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ തുളസിയെ ഒട്ടും ആക്ഷേപിക്കുകയോ കുറച്ചു കാണുകയോ ചെയ്യുന്നില്ല. അവർ മികച്ച ഒരു വനിതാ നേതാവാണ്. ഒരു നേതൃ എന്ന നിലയിൽ, ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ അവർ ഉയർന്നു വരേണ്ടതാണ്. പക്ഷേ അത് VK ശ്രീകണ്ഠന്റെ പേരുമായിട്ട് വെട്ടാൻ പാടില്ല. അവിടെ വെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് MV ഗോവിന്ദ മാഷിന്റെ കാര്യത്തിൽ മറ്റൊരു നീതി പാടില്ല. അതെങ്ങനെ സാധ്യമാവുക? എന്ത് നീതിയാണ് അതിന് പിന്നിലുള്ളത്? ആ ഒരു നീതിയും ഇവിടെ പാലിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 ഘടകകക്ഷികളുടെ കാര്യത്തിൽ, ഇപ്പോൾ PJ ജോസഫിന്റെ കാര്യത്തിൽ, കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏറ്റുമാനൂരും ഇടുക്കിയും ഏറ്റെടുത്തു. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും കൊടുക്കാമെന്ന് പറഞ്ഞു. രണ്ടും കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 സീറ്റ് അക്ഷരാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ജോസഫിന് നഷ്ടം. മുസ്ലിം ലീഗിന്റെ കാര്യത്തിലാണെങ്കിലും മുസ്ലിം ലീഗിന്റെ പട്ടികയുടെ ഉള്ളിൽ തന്നെ വലിയ അതൃപ്തി. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണ് രംഗത്ത് വരുന്നു, നൂർബിന റഷീദ് രംഗത്ത് വരുന്നു. ആകെ 2 സ്ഥാനാർത്ഥികളെ കൊടുത്തത് വിജയസാധ്യതയില്ലാത്ത ഒന്ന് പേരാമ്പ്രയിലും ഒന്ന് കൂത്തുപറമ്പിലുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെയാണ് സംഭവിക്കുക. ഇനി എന്തൊക്കെ വിസ്മയങ്ങളാണ് നടക്കാൻ പോകുന്നത്? ആരാണ് വനിതാ സ്ഥാനാർത്ഥി? 2 സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് 2 സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു. എന്നിട്ട് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഒന്ന് കൂത്തുപറമ്പും ഒന്ന് പേരാമ്പ്രയിലും. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് KM ഷാജിയെ വേങ്ങരയിലേക്ക് കൊണ്ടുവന്നത്? കാസർഗോഡ് പ്രാദേശിക നേതൃത്വം വേണ്ട എന്ന് പറഞ്ഞ KM ഷാജിയെ വേങ്ങരയിലെ സേഫ് സീറ്റിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയല്ല. നിങ്ങൾ LDFന്റെ സീറ്റ് ഒന്ന് എടുത്തു നോക്കൂ. എങ്ങനെയാ മട്ടന്നൂരിൽ നിന്ന്? ചോദ്യം ഇതാണ്, മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറിന്റെ പേരാവൂരേക്ക് മാറ്റിയത് എന്താണ്? സേഫ് സീറ്റായ മട്ടന്നൂരിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജ പേരാവൂരിൽ പോയി മത്സരിക്കുന്നത് ആർക്കെതിരെയാ? KPCC പ്രസിഡന്റിനെതിരെയാ. ആ സീറ്റ് മത്സരിച്ച് ഇപ്പോൾ എന്താ പ്രശ്നം? പേരാവൂരിൽ ഇപ്പോൾ ടൈറ്റായി. കെ സുധാകരന്റെ വിഷയം കൂടി വരുമ്പോൾ അവിടെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ച് വിജയസാധ്യത ഏറുന്നു എന്നുള്ളതാണ് സണ്ണി ജോസഫിന്റെ പ്രശ്നം. അതുകൊണ്ട് ശൈലജ ടീച്ചറിനെ അവിടെ പോരാളിയെ മത്സരിപ്പിക്കാൻ ഇറക്കുകയാണ്. അതായത് സേഫ് സീറ്റിൽ നിന്ന് ഇടതുപക്ഷത്തുള്ള ആളുകൾ പോയി മത്സരിക്കുമ്പോൾ ടൈസൺ മാസ്റ്റർ കൈപ്പവങ്ങളിൽ നിന്ന് ജയിക്കൂലേ? ആർക്കാ സംശയം? പറവൂരിൽ വരുന്നത് ആരെ നേരിടാനാ? പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ വേണ്ടി വരിക. അപ്പോൾ സേഫ് സീറ്റിൽ നിന്ന് നിങ്ങൾ തൊട്ടടുത്ത സീറ്റുകളിലേക്ക് പോയി മത്സരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൃപ്പൂണിത്തുറയിൽ അത് മറ്റൊരു രാഷ്ട്രീയമാണെങ്കിൽ പോലും തൃപ്പൂണിത്തുറയിലേക്ക് ഉണ്ണികൃഷ്ണൻ വരുന്നത്. അപ്പോൾ സേഫ് സീറ്റുകൾ നോക്കി UDFിലെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ആ സേഫ് സീറ്റിന് അപ്പുറത്തേക്ക് പോകുന്നില്ല. നേതാക്കൾക്ക് ജയിച്ച് തെരഞ്ഞെടുപ്പിൽ വരണം. എന്താ പ്രശ്നം? പാർലമെന്ററി വ്യാമോഹം എന്നുള്ളത് കോൺഗ്രസിനെ അന്നും ഇന്നും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അർബുദമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഉള്ളൂ.
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതായത് നേരിട്ട് മത്സരിക്കുന്നില്ല എന്ന് OR-Keulu മാനന്തവാടിയിൽ പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നില്ല, ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ താല്പര്യമില്ല. പക്ഷേ OR-Keuluവിനെ നിശ്ചയിക്കായിരുന്നു. അത് ഏതെങ്കിലും രാഷ്ട്രീയ ജാടയുടെ ഭാഗമായിട്ടോ നാടകത്തിന്റെ ഭാഗമായിട്ടോ പറഞ്ഞതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KT ജലീലും നേരത്തെ പറഞ്ഞു. പക്ഷേ പിന്നീട് KT ജലീലിനെ തവനൂരിൽ നിർത്തുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? യുവാക്കളെ കൂടുതൽ പ്രാതിനിധ്യത്തോടു കൂടി കൊണ്ടുവരേണ്ട ലിജുവിനെ പോലെ VS ജോയിയൊക്കെ പോലെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ നിർത്തി ഒരു രണ്ടാം നിരയെ വളർത്തിക്കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ പോയി പരസ്പരം ഈ കൊടുത്തിരിക്കുന്ന പേരുകൾ വെട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊന്നും ഇവിടെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഒരു KPCC സെക്രട്ടറി ഈ സീറ്റിന്റെ കാര്യത്തിൽ മാത്രം BJPയിലേക്ക് പോയിട്ടുണ്ട്. ആലപ്പുഴയിൽ ജോബ് അല്ലേ? ഇന്ന് ഉമ്മൻചാണ്ടിയുടെ മരുമകൻ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് എവിടെയാ? കൊടുങ്ങല്ലൂരിൽ മത്സരിക്കാൻ പോവുക. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് എന്താ പ്രശ്നം? സെപ്പറേറ്റ് ആയിട്ടില്ല. നോക്കൂ, അവിടെ പോലും നിൽക്കുന്നത് എങ്ങനെയാ? ഇതല്ലേ പ്രശ്നം. എങ്ങനെ പിന്നെ അപ്പൊ പിന്നെ AK ആന്റണിയുടെ മകനെ കുറിച്ചോ സെപ്പറേറ്റഡ് ആയോ? ഇല്ലല്ലോ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ പറയാം. അബ്ദുറഹ്മാൻ സ്ഥാനാർത്ഥിത്വം താനൂർ വേണം. അല്ലല്ല, താനൂർ എന്താ? താനൂർ അബ്ദുറഹ്മാൻ എന്നാണ് സ്ഥാനാർത്ഥി വേണ്ടാത്തത്. ഇടതുപക്ഷം പറയുന്നത് മത്സരിക്കണം. അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് തിരൂര് താല്പര്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അബ്ദുറഹ്മാൻ എന്താ പറഞ്ഞത്? ഞാൻ മത്സരിക്കുന്നില്ല എന്നാ പറഞ്ഞത്. ഞാൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വാശി പിടിച്ച് നിൽക്കുക അല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒഡീഷയിലും ബീഹാറിലും സംഭവിച്ചത് കൂടി പറഞ്ഞു തന്നെ പോകണം. ഇതൊക്കെയാണ് ഇതിന് നെറ്റ് എഫക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഈ പോരാട്ടം കൊണ്ട് കേരളത്തിൽ LDF വളരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പോരാട്ടം കൊണ്ടല്ല LDF വളരേണ്ടത്. നിർഭാഗ്യമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ. അത് ആരെയാണ് തുണയ്ക്കാൻ പോകുന്നത്? ഇപ്പൊ ചാത്തന്നൂരിൽ എന്താ സംഭവിച്ചു നോക്കൂ. ചാത്തന്നൂരിൽ ഫോർവേഡ് ബ്ലോക്ക് ദേവരാജന് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. കൊടുത്തോ? ഒടുവിൽ ആർക്കാ കൊടുത്തത്? സൂരജിന്. അപ്പോൾ ചുരുക്കത്തിൽ ഘടകകക്ഷികളോട് മാന്യത പുലർത്താതിരിക്കുക, പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക, ആരോപണ വിധേയരെ പട്ടികയിലേക്ക് കൊണ്ടുവരിക, സേഫ് സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കവും അടിയും വെട്ടും കുത്തും ഡൽഹിയിൽ നടക്കുക. രാവിലെ 2:30 വരെ ഇരുന്ന് ചർച്ച ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്തിന് കാര്യത്തിന് വേണ്ടി 2:30 വരെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്? എന്നിട്ട് എന്ത് തീരുമാനം ഉണ്ടായത്? എന്നിട്ട് 55 പേരുടെ ലിസ്റ്റേ കൊണ്ടുവന്നുള്ളൂ. ബാക്കി 37 പേരുടെ ലിസ്റ്റ് അത് നാളെ തരാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഡേറ്റ് അവസാനിക്കുന്ന സമയമാണ്. ഒഡീഷയിലും ബീഹാറിലും എന്താ സംഭവിച്ചത്? ബീഹാറിൽ എങ്ങനെ ഉപേന്ദ്ര കുശ്വാഹ വിജയിച്ചത്? ഉപേന്ദ്ര കുശ്വാഹ അവിടെ വിജയിക്കില്ലായിരുന്നു. കോൺഗ്രസിന്റെ MLA മാർ 3 MLA-മാർ അവിടെ നിന്ന് വിട്ടുനിന്നു RJD-ക്കൊപ്പം. അതല്ലെങ്കിൽ തിരിച്ചു വോട്ട് ചെയ്തില്ലെങ്കിൽ ഉപേന്ദ്ര കുശ്വാഹ വിജയിക്കില്ല, രാജ്യസഭയിലേക്ക് പോവില്ല. ബീഹാറിൽ ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് ഉപേന്ദ്ര കുശ്വാഹയ്ക്ക് കൊടുത്തത്, BJPക്ക് കൊടുത്തത് അവിടുത്തെ 3 കോൺഗ്രസ് MLA-മാരാ. ഒഡീഷയിൽ 34 സീറ്റ് കിട്ടി അവിടുത്തെ BJPയുടെ സ്വതന്ത്രൻ വിജയിച്ചു പോയത്. അവിടെയും 3 MLA-മാർ, അതേപോലെ BJD-യുടെ നേതാക്കൾ ഇവർ കൊടുത്തു. പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ കൂറുമാറി വോട്ട് കൊടുത്തു BJPക്ക്. എവിടെ? ഒഡീഷയിലും ബീഹാറിലും. ഇത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ നെറ്റ് എഫക്റ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത്. ചുരുക്കത്തിൽ അതുകൊണ്ട് LDF-ന് വലിയ നേട്ടമുണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിൽ നിന്ന് LDF നേട്ടമുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയുമല്ല. ഇതിൽ ഒരാളെയും LDF തൻ്റെ പാളയത്തിലേക്ക് ഇതുവരെ ആ അർത്ഥത്തിൽ വിളിച്ചുകൊണ്ട് വന്നിട്ടുമില്ല. വിസ്മയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ സ്വന്തം വീടിന് തീ പിടിക്കുന്നത് മനസ്സിലാക്കാതെ പോയി കോൺഗ്രസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നടന്നത് വെട്ടിനിരത്തലല്ല, വെട്ടിക്കൂട്ടലാണ് എന്നുള്ളതാണ്. നാളെ ബാക്കിയുള്ള ഇമ്പാക്റ്റ് അറിയാം. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടിയിരുന്നത്. വിന്നബിലിറ്റിയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഈ മുതിർന്ന നേതാക്കൾ അമിതമായിട്ടുള്ള അധികാരമോഹം കാരണം ഈ അവസ്ഥയിലാക്കി തീർത്തിരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ബസ്സാണെന്ന് അവർക്കറിയാം. അത് MLA ആവാനും മന്ത്രിയാവാനും കിട്ടുന്ന അവസാനത്തെ ചാൻസാണ്. ലോക്സഭയിൽ കുത്തിയിരുന്നാൽ ഇത് കിട്ടൂല എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമായി എന്നുള്ളത് നേതാക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് ബസ്സിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. പാവമണികളുടെ കാര്യം കട്ടപ്പുകയാണ് ഈ സാഹചര്യത്തിൽ.